അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ അപകടകരമായ പാടകൾ സ്ഥിതി ചെയ്യുന്ന ആരക്കുഴ മുതുകല്ല് കോളനിയിൽ സന്ദർശനം നടത്തി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അപകടകരമായ പാടകൾ സ്ഥിതി ചെയ്യുന്ന ആരക്കുഴ മുതുകല്ല് കോളനി സന്ദർശിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ജില്ലാ ദുരന്ത നിവാരണ സംഘം മുതുകല്ല് കോളനിയിൽ പരിശോധന നടത്തി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ലഭിച്ച പുതുക്കിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മനോജ് കെ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശാ ദേവദാസ്, ജിയോളജിസ്റ്റ് ഷാജിമോൻ PK, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ഹരിശാന്ത് S, PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ബിൽഡിംഗ് എഞ്ചിനീയർ അജിതകുമാരി, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയ്മോൻ MG തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചത്. പുതുക്കി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘം ഒരിക്കൽ കൂടി പരിശോധന നടത്തിയതിനു ശേഷം പ്രദേശവാസികളെ മാറ്റി താമസിപ്പിക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മനോജ് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുതുക്കി വന്ന അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു 20ഓളം ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി അവർ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് നൽകിയതിന് ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ KSTMയിൽ നിന്ന് നേരിട്ട് അതിൻ്റെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും അതിൻ്റെ അവിടുത്തെ സയൻറ്റിസ്റ്റ് ഉൾപ്പെടെയുള്ളവരും കൂടി ചേർന്ന് സംയുക്തമായി ഈ സ്ഥലം ഒന്നുകൂടി ഒരു പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇത് എത്രത്തോളം ഇവിടെ താമസയോഗ്യമാണ് അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പ്രദേശത്ത് 13ഓളം കുടുംബങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലസീത S, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, മുൻ വൈസ് പ്രസിഡന്റ് സാബു പൊതൂർ, ഉദ്യോഗസ്ഥരായ അരുൺ, ഷൈജു, ധനുഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അപകട ഭീഷണി നേരിടുന്ന കോർമലയിലും സംഘം സന്ദർശനം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ്, തൊടുപുഴ.